മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ചെയ്യുന്ന കൃഷി എന്ന് പറഞ്ഞാൽ ഈ മാവിന് വളമൊക്കെ ഇടുക, അതുകൊണ്ട് തന്നെ ഈ മാവിൽ ഒരു മുട് മുളക് കൂടി ഇട്ട് കൊടുക്കുക, ഇതൊക്കെയാണ്. അപ്പോൾ ഈ മാവ് നിങ്ങൾ കണ്ടപ്പോൾ ഒരു പക്ഷേ മനസ്സിലാക്കണം, ഇമാം പസന്ത് എന്ന് പറയുന്ന പേരറിയപ്പെടുന്ന ഒരിനം മാവാണ്. ഈ അടുത്ത സമയത്തായിട്ടാണ് ഈ മാവൊക്കെ ഇറങ്ങി തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് എന്തായാലും ഒന്ന് നട്ട് വളർത്തി നോക്കാമെന്ന് വിചാരിച്ചാണ് ഞാനൊരു മാവ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ കായ്ഫലം മിനിമം ഒരു 2-3 വർഷം വേണമെന്നാണ് പറയുന്നത്. അപ്പം ഇതിപ്പോൾ വെച്ചിട്ടിപ്പോൾ 1 വർഷമായി. അപ്പോൾ 2 വർഷം കൂടെ കഴിയുമ്പോൾ കായ്ക്കും. അപ്പോൾ ഇപ്പം നമ്മൾ പഴയ കാലത്തെ പോലല്ല, പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ മാവ് പ്ലാവ് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ആ കൃഷിക്ക് ഇടുന്ന വളം ഈ പ്ലാവും മാവും ഒക്കെ വലിച്ചെടുക്കുമായിരുന്നു, പറകാവും ഒക്കെ. എന്നാൽ ഇപ്പോഴങ്ങനല്ല. ഇതെല്ലാം ഇത് വഡ് ചെയ്ത അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഒക്കെ തൈകളാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേരിന് ദൂരേക്ക് പോയി വളം വലിച്ചെടുക്കാനുള്ള ഒരു കഴിവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് വളം ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഇതിന് ഇച്ചിരി വളം ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്ന വളം എന്താണെന്നൊക്കെ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാം. നമ്മൾ സാധാരണ എല്ലാ വൃക്ഷങ്ങൾക്കും ഇട്ട് കൊടുക്കുന്ന ഒരു ആണ് എല്ലുപൊടി. ഈ എല്ലുപൊടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 തരത്തിലുള്ള എല്ലുപൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ എല്ലുപൊടി നമ്മൾ മേടിക്കുന്നുണ്ടെങ്കിൽ ഈ എല്ല് ആവിയിൽ പുഴുങ്ങിയതിന് ശേഷം പൊടിച്ച എല്ലുപൊടിയുണ്ട്. അതിനല്പം വില കൂടുതലാണ്. ആ എല്ലുപൊടി വേണം നമ്മൾ വാങ്ങിച്ച് സസ്യങ്ങൾക്ക് ഇടാൻ. മറ്റേതിന് വില കുറഞ്ഞ എല്ലുപൊടിയുണ്ട്. ആ എല്ലുപൊടിക്ക് വലിയ ഗുണമൊന്നുമില്ല, അത് പോഷകസമ്പുഷ്ടത കുറഞ്ഞതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇങ്ങനെ അല്പം ദൂരേക്കായിട്ട് വൃക്ഷത്തിൻ്റെ ഏറ്റവും ചുവട്ടിൽ നമ്മൾ ഇട്ട് കൊടുക്കരുത്, അല്പം ദൂരെയായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മാവിന് നമ്മൾ ശരിക്ക് എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കുക നല്ലതാണ്. എല്ലുപൊടി മാത്രമല്ല, പച്ചില വളങ്ങൾ, അതുപോലെ പിണ്ണാക്ക് വളങ്ങൾ, അതുപോലെ തന്നെ ചാരം, ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം വളം ഇട്ട് കൊടുത്തായിരുന്നു, നല്ല രീതിയിൽ വളം ഇട്ട് കൊടുത്തായിരുന്നു. അങ്ങനെ അതിൻ്റെ ചുവട്ടിലെ കാടൊക്കെ ഒന്ന് പോക്കിയിട്ടത്. അപ്പോൾ ഇപ്പം ഈ മാവ് ഇപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ വാങ്ങിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരിചരണത്തെപ്പറ്റി ഒരു വീഡിയോ വേണമെന്ന് പല സുഹൃത്തുക്കളും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചാരമാണ്, നോക്കിയാൽ ചാരം നമ്മൾ അല്പം ദൂരക്കൂട്ടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. വളമിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ വളത്തിൻ്റെ മുകളിൽ മണ്ണ് വീഴത്തക്ക രീതിയിൽ കുറച്ച് മണ്ണ് നമ്മൾ വെട്ടിയിട്ട് കൊടുക്കണം. വളത്തിൻ്റെ മുകളിൽ നമ്മൾ മണ്ണ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ മാവ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള ശിഖരങ്ങൾ നമുക്ക് മുറിച്ച് കളയണം. ഈ മാവ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ശിഖരങ്ങൾ ധാരാളം പൊട്ടി വളരുന്ന ഒരു മാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഉയരത്തിൽ ഇത് പോകത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരുപാട് ഉയരത്തിൽ ഈ മാവ് പോകത്തില്ല, ഇതിങ്ങനെ പൊട്ടി മുളയ്ക്കും. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഒരു മുട് മുളക് കൂടി ഇതിന് ചുവട്ടിലിട്ട് കൊടുക്കുകയാണ്. കാരണം മാങ്ങയോടൊപ്പം തന്നെ നമുക്ക് മുളക് കൂടി പറിച്ചെടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഉയരമില്ലാത്ത മാവായതുകൊണ്ട് നമുക്ക് താഴെ നിന്ന് തന്നെ മുളക് പറിച്ചെടുക്കാം. അതുകൊണ്ട് നമുക്ക് നോക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ ഈ മരങ്ങളുടെ ചുവട്ടിലൊക്കെ മുളക് പൊടി ഇടുമ്പോൾ നമ്മളിത് രണ്ടിനും വളം ചെയ്യണം. മുളക് പൊടിക്കും വളം ചെയ്യണം, മാവിനും വളം ചെയ്യണം. കാരണം നമ്മൾ ഈ മുളക് പൊടിക്കുന്ന വളത്തിൻ്റെ ഒരു 40% ഈ പ്ലാവ് വലിച്ചെടുക്കുന്നുള്ളത് സത്യം. അതുകൊണ്ട് തന്നെ അതനുസരിച്ച് നമ്മൾ വളം ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ നമുക്ക് മുളക് കൂടെ പറിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോഴും മുളക് പൊടി ഇടാൻ ഏറ്റവും നല്ല പറ്റിയ ഒരു കാലാവസ്ഥയാണ്, നല്ല മഴയുള്ള കാലാവസ്ഥയാണ്. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലേക്ക് മാത്രം ഉപയോഗിക്കാനാണെങ്കിൽ നാടൻ ഇനങ്ങളായ കരിയിലാഞ്ചിയൊക്കെ ഇട്ട് പിടിപ്പിക്കുന്നതാണ് നല്ലത്. ഒരു കുരുവൻ, കരിയിലാഞ്ചി, അങ്ങനെയൊക്കെയുള്ളത്. എന്നാൽ നമുക്ക് വിൽക്കുന്നതിന് കൂടി വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നാടിനത്തിന് പുറമെ പന്നിയൂർ വണ്ണ്, അതുപോലെ കരിമുണ്ട, ഈ ഇനങ്ങളോടൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള കൃഷി കാഴ്ചകൾ, കൃഷിയെ സംബന്ധിച്ച അറിവുകൾ ശേഖരിക്കാനും അത് സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാനും നമ്മൾ താല്പര്യപ്പെടണം. അപ്പം പരാജയം കൂടാതെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികൾ ആണ് എൻ്റെ വീഡിയോയിലുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.